മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിലെ അരക്കുപറമ്പിൽ ഹൈസ്കൂൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രമേയം. ഏലംകുളം ഡിവിഷൻ മെമ്പർ സാജിദ എട്ടിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അരക്കുപറമ്പ് ഉൾപ്പെടുന്ന താഴേക്കോട് പഞ്ചായത്തിൽ ഒരു എയ്ഡഡ് സ്കൂൾ മാത്രമാണ് ഉള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽപ്പെടുന്ന താഴേക്കോട് പഞ്ചായത്തിൽ നിലവിൽ എയ്ഡഡ് മേഖലയിലെ ഒരു ഹൈസ്കൂൾ മാത്രമാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽ വലിയ ഭൂവിസ്തൃതിയും ജനസംഖ്യയുമുള്ള പഞ്ചായത്താണ് താഴേക്കോട്. ഹൈസ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടേണ്ട സ്ഥിതിയാണ് വിദ്യാർത്ഥികൾക്ക്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അരക്കുപറമ്പ് ആസ്ഥാനമായി ഹൈസ്കൂൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഏലംകുളം ഡിവിഷൻ മെമ്പർ സാജിദ ടീച്ചറാണ് പ്രമേയം അവതരിപ്പിച്ചത്. അരക്കുപറമ്പ് എന്ന് പറയുന്നത് താഴേക്കോട് പഞ്ചായത്തിൽ തന്നെ ആകെ 70,000-ലധികം ആളുകളുണ്ട്. അതിലെ 30,000-ലധികം ആളുകളും അതിന് ആനുപാതികമായ വിദ്യാർത്ഥികളും ഉള്ള ഒരു വില്ലേജാണ് അരക്കുപറമ്പ് വില്ലേജ്. അതുകൊണ്ട് തന്നെ അരക്കുപറമ്പ് വില്ലേജിനെ ആസ്ഥാനമായി ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂള് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ നടന്ന ഭരണസമിതി യോഗത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഐക്യകണ്ഠേന അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിനോട് ഈ പ്രമേയത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂടെയുണ്ട്. ഇനിയും ഈ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇത് പ്രാപ്യമാകുന്നത് വരെ ഇതിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. തൊട്ടടുത്ത ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 3 ഹൈസ്കൂളുകൾ ഉണ്ട്. ഇതേസമയം ഒരു ഹൈസ്കൂൾ മാത്രമുള്ള താഴേക്കോട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ്. അരക്കുപറമ്പ് കേന്ദ്രീകരിച്ച് ഹൈസ്കൂൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമം തുടരുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സാജിദ പറഞ്ഞു. എൻ്റെ ഡിവിഷനിൽ ഏലംകുളം, താഴേക്കോട്, ആലിപ്പറമ്പ് തുടങ്ങിയ 3 പഞ്ചായത്തുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളാണ് താഴേക്കോടും ആലിപ്പറമ്പും. 24 വാർഡുകൾ അടങ്ങിയ ഈ ഭൂവിസ്തൃതി വളരെ അധികമുള്ള ഒരു പഞ്ചായത്താണ് താഴേക്കോട് പഞ്ചായത്ത്. അപ്പോൾ അതിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി കുട്ടികൾക്ക് സൗകര്യം വളരെ കുറവാണ്. കാരണം ആകെ ഒരു എയ്ഡഡ് സ്കൂൾ മാത്രമാണുള്ളത്. ഭൂവിസ്തൃതി കൂടുതലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ പ്രദേശത്തേക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ വളരെ ദൂരം കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ പ്രയാസമുണ്ടാക്കുന്നു. അതേസമയം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പോൾ അത് ആനുപാതികമായി നമുക്ക് ഹൈസ്കൂളുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നാട്ടുകാരും അതുപോലെ എല്ലാവരും ബോധ്യപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.